വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം 36-ാം പുസ്തകമാണ്. 3 അധ്യായങ്ങളിലായി വിവരിക്കുന്ന ജോയൽ പ്രവാചകന്റെ പുസ്തകം. ദൈവത്തിന്റെ ന്യായവിധിയും കരുണയും വിവരിക്കുന്ന ശക്തമായ സന്ദേശമാണ് ഇവിടെ കാണുന്നത്. ജോയൽ പുസ്തകത്തിന്റെ ആദ്യ അധ്യായം യഹോവയുടെ ന്യായവിധിയുടെ മുന്നറിയിപ്പും പശ്ചാത്താപത്തിലുള്ള വിളിയുമാണ്. ദേശത്തെ മുഴുവനും വിളകളും നശിപ്പിക്കുന്ന വെട്ടുകിളികളുടെ ആക്രമണം വിവരിക്കുന്നു. പുരോഹിതന്മാരും ജനങ്ങളും വിലപിക്കേണ്ടതായി വരുന്നു. കാരണം യഹോവയുടെ ആലയത്തിൽ അർപ്പിക്കേണ്ട ധാന്യവും വീഞ്ഞും ഇല്ലാതായി. പ്രവാചകൻ ജനങ്ങളെ ഉപവാസത്തിലും കരച്ചിലിലും യഹോവയിലേക്ക് തിരിയാൻ വിളിക്കുന്നു. കർത്താവിന്റെ ദിനം സമീപിച്ചിരിക്കുന്നു. ആ ദിനം കഷ്ടം. സർവശക്തനിൽ നിന്നുള്ള സംഹാരമായി അത് വരുന്നു. ജോയേൽ 1-ാം അധ്യായം 15-ാം തിരുവചനം. ജോയേൽ പുസ്തകത്തിന്റെ 2-ാം അധ്യായം യഹോവയുടെ ദിവസം എന്ന മഹത്തായ വിഷയത്തെക്കുറിച്ചാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. ജോയേൽ 2-ാം അധ്യായം 12-ഉം 13-ഉം തിരുവചനങ്ങൾ. അന്നിങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ജോയേൽ 2-ാം അധ്യായം 28-ഉം 29-ഉം തിരുവചനങ്ങൾ. ജോയേൽ പുസ്തകം 3-ാം അധ്യായം ദൈവത്തിന്റെ അന്തിമ ന്യായവിധിയും അവന്റെ ജനത്തിന്റെ രക്ഷയും വ്യക്തമാക്കുന്നു. കർത്താവ് സിയോനിൽ നിന്ന് ഗർജിക്കുന്നു. ജെറുസലേമിൽ നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുന്നു. എന്നാൽ കർത്താവ് തന്റെ ജനത്തിന് അഭയമാണ്, ഇസ്രായേൽ ജനത്തിന് ശക്തിദുർഗം. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് നിങ്ങൾ അറിയും. ജെറുസലേം വിശുദ്ധമായിരിക്കും. അന്യർ ഇനി ഒരിക്കലും അതിലൂടെ കടന്നുപോവുകയില്ല. ജോയേൽ 3-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.